രണ്ടാമത്തെ എന്നോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ റിയാസ് ആണ്. We applied to PIA with 13 years experience in India. Could you share more details regarding civil engineering opportunities out there? അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ റോള് ട്രാഫിക് എഞ്ചിനീയർ ആണ്. അതായത് റോഡ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കൗൺസിലാണ് വർക്ക് ചെയ്യുന്നത്. കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലോക്കൽ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് എടുക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് കൗൺസിൽസ് ഉണ്ടാവും. അവർ ഡയറക്റ്റാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അവർ ഏജൻസി വഴിയൊന്നുമല്ല റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. കൗൺസിൽ ഡയറക്റ്റ് നമുക്ക് മീൻസ് ലിങ്ക്ഡിനിൽ അല്ലെങ്കിൽ കരിയേഴ്സ് അറ്റ് കൗൺസിൽസ് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്താൽ ലിങ്ക്ഡിൽ തന്നെ ഉള്ളതാണ്. അല്ലാതെ വെബ്സൈറ്റിലും ചെക്ക് ചെയ്യാൻ പറ്റും. കരിയേഴ്സ് അറ്റ് കൗൺസിൽ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേനും അവരെ എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ആ വഴിയാണ് ഞാൻ എല്ലാം അപ്ലൈ ചെയ്തേക്കുന്നത്. ഇവിടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് റോഡ്സ് ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു റോഡ്സ്, വാട്ടർ, ഇത് രണ്ടും തന്നെ ആയിരിക്കും. പിന്നെ റെയിൽവേസ് ഉണ്ട്. അത് ARTC എന്ന് പറയും. ARTCയുടെ വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് ജോബൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. കൗൺസിലിൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ 6 to 6 PM ഉള്ളിൽ 7 hours ചെയ്താൽ മതി. അല്ലെങ്കിൽ ചില കൗൺസിൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് 7 AM to 7 PM അതിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് 7 hours വർക്ക് ചെയ്യാമെന്നാണ്. ടൈം കുറവായിരിക്കും, 7 hours ആണ്. പക്ഷേ പ്രൈവറ്റിലെന്ന് പറഞ്ഞാൽ 8 hours മിനിമം ഉണ്ടാവും. പിന്നെ വന്നിട്ട് ചില ബെനിഫിറ്റ്സ് ഒക്കെ ഗവൺമെൻറ്റിനുണ്ട്. പക്ഷെ പ്രൈവറ്റിനും നല്ല ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എനിക്ക് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനത്തെ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇതിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ പ്രൈവറ്റിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജമ്പ് ചെയ്യാം ഗവൺമെൻറ്റിലേക്ക്. പിന്നെ ലോക്കൽ ഗവൺമെൻറ് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്ന റോൾസ് ഉണ്ട്. പക്ഷേ ഫസ്റ്റ് റോൾസ് അല്ലെങ്കിൽ പ്രിലിംസിൽ നിങ്ങൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ പ്രൈമറി ജോബ്സ് ഒക്കെ കയറുമ്പോഴത്തേനും അത്രയ്ക്ക് അത് ലോക്കൽ ഗവൺമെൻറ് എക്സ്പീരിയൻസ് വേണം എന്നൊന്നുമില്ല. അപ്പം could you share more details regarding civil engineering opportunities എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും റോഡ്സിൽ ഇവിടെ ഒരുപാട് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും അല്ലാതെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും റോഡ് വർക്ക്സ് എപ്പോഴും തന്നെ ഉണ്ടാവും. റിക്രൂട്ട്മെൻറ്റ്സ് എപ്പോഴും ഉണ്ടാവും. ലുക്ക് റോൾ ഫോർ ലൈക്ക് പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സ്. പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ റോള് ഒരു മിഡ് റോളായിട്ട് വരും. എൻട്രി ടു മിഡ് ലെവലിൽ വരും. എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ കാഡറ്റ്സ് അങ്ങനത്തെ റോൾസ് ആയിരിക്കും എൻട്രി ആയിട്ട് വരുന്നത്. പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സ് കഴിയുമ്പോഴാണ് അടുത്തതായിട്ട് പ്രോജക്റ്റ് മാനേജേഴ്സ്, പിന്നാണ് മാനേജേഴ്സ്, ഡയറക്ടർ, ജനറൽ മാനേജർ, അങ്ങനെയാണ് കൗൺസിലിനൊക്കെ റോൾസ് പോകുന്നത്. നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് പ്രോജക്റ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച്. ഇപ്പോൾ 13 years എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ്. സോ അതിനൊക്കെ ഡെഫിനറ്റ് ആയിട്ടും സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ റോൾസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓസ് റോഡ്സ് അല്ലെങ്കിൽ അതർ ഗൈഡ് ലൈൻസ്, സ്റ്റാൻഡേർഡ്സ് ഒക്കെ ജനറലി കുറച്ചെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് അവർ പറയാറുണ്ട്. സോ ആ ഒരു കേസിൽ ഇവിടെ ചിലവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഗ്രാജുവേറ്റ് എഞ്ചിനീയർ റോളിൽ അപ്ലൈ ചെയ്തിട്ട് ആ റോളിൽ ഒരു 6 months നിൽക്കും. അല്ലെങ്കിൽ 4 months നിന്നവരുണ്ട്. അപ്പം 4 months നിന്നിട്ട് അപ്പം നമുക്ക് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. എന്നിട്ട് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ജമ്പ് ചെയ്യും. സീനിയറിൻ്റെ റോൾ വരുമ്പോഴത്തേനും അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യും. അപ്പം അതാണ് കുറച്ചും കൂടെ സേഫ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ജോബ് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു കടമ്പയാണ്. നമ്മൾ ഒരു CV വെച്ചിട്ട്, ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു CV വെച്ചിട്ട് നമ്മുടെ എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയറിംഗ് നമുക്ക് ഒരിക്കലും ഒരു HR നിന്ന് കോൾ വരില്ല. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും വേസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറയും. ബിക്കോസ് ഭയങ്കര പാടാണ്. 100-200 ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിരിക്കും ഒരു റോളിൽ വരുന്നത്. സോ നമ്മുടെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് അവർ 4 or 5 ആയിരിക്കും വിളിക്കുന്നത്. അതിൽ നിന്നായിരിക്കും ഒരാളെ കിട്ടുന്നത്. അപ്പം ആ ഒരു 4ലേക്ക്
നിങ്ങൾ വരിക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ടാസ്ക് തന്നെയാണ്. നമ്മുടെ ലാംഗ്വേജ് നമ്മൾ എഴുതി വെക്കുന്നത്, അതായത് ഇവിടെ എല്ലാ CV-യിലും മീൻസ് എല്ലാ റോളിലും എസ്പെഷ്യലി സിവിലിന് നമ്മൾക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ടാവും. അത് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് കരിയേഴ്സ് അറ്റ് കൗൺസിൽ കയറി ഏതെങ്കിലും ഒരു കൗൺസിൽ, ഫോർ എക്സാമ്പിൾ പാരമറ്റ സിറ്റി കൗൺസിൽ, അത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരെന്തോ റോൾ വിളിച്ചിട്ടുണ്ട്, ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ട് എക്സിക്യൂട്ടീവോ അങ്ങനെ എന്തോ. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഡയറക്റ്റ് വെച്ചിട്ട് എഴുതാതെ, അങ്ങനെ എഴുതാതെ കുറച്ചും കൂടെ നമ്മുടേതായ സെൻറ്റൻസിൽ എഴുതിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എഴുതിയിട്ട് അത് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ എഴുതുന്നതും പിന്നെ നമ്മുടെ CV-യും വെച്ചിട്ടാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. സോ ഒരു സ്റ്റെപ്പ് കടന്നാൽ തന്നെ പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ബിക്കോസ് ഇവിടുത്തെ ഇൻ്റർവ്യൂവിൽ എസ്പെഷ്യലി സിവിലിന് ബിഹേവിയറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മളെങ്ങനെയാണ് ക്ലയൻസിനോട് ഇത് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് കോൺട്രാക്ടറിനോട് നിൽക്കുന്നത്. അപ്പോൾ ഒക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ അവർ വരുമ്പോൾ, അല്ലെങ്കിൽ റിട്ടേൺ ഇൻ്റർവ്യൂസ് ആദ്യം വരുമ്പം അതിനകത്ത് ബിഹേവിയറൽ ക്വസ്റ്റ്യൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഫാമിലിക്കാണോ അതോ നിങ്ങൾ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഞാനൊക്കെ അവിടെ വർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളെപ്പോഴും പറയുന്നത് ജോബ് അല്ലെങ്കിൽ ഈക്വലായിട്ട് നോക്കുമെന്നൊക്കെ അല്ലേ. പക്ഷെ ഇവിടെ എപ്പോഴും അവർ നോക്കുന്നത് ഫാമിലിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഫാമിലി, അതൊക്കെയാണ് ഇവർക്ക് ഇമ്പോർട്ടൻസ്. നമ്മൾ എപ്പോഴും സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ സംസാരിക്കുക. പിന്നെ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഹെസിറ്റേറ്റഡ് ആവാതെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. അതിപ്പം നമ്മൾ ചെല്ലുന്നതുകൊണ്ട് തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് എ ഡയസ് നമ്മളോട് സംസാരിക്കാൻ അങ്ങനെ ഒന്നും ഒരു രീതിയിൽ അവർ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. മീൻസ് ഞാൻ ഇതിൻ്റെ പ്രീവിയസ്ലി വർക്ക് ചെയ്ത കൗൺസിൽ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കൗൺസിലായിരുന്നു. ഇപ്പോഴത്തെ മോശമെന്നല്ല, ബട്ട് സ്റ്റിൽ ആ റോളിൽ അവിടെ ഉള്ളവർ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ട്രെയിനിങ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് പെയ്ഡ് ട്രെയിനിങ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ പ്രൈവറ്റിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ കൗൺസിലിന് ഒരുപാട് ട്രെയിനിങ്സ് വരും. അപ്പോൾ ആ ട്രെയിനിങ്സ് എല്ലാം നമ്മളെ അറ്റൻഡ് ചെയ്യിക്കാം. നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ്, നമുക്ക് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് അത് യൂസ്ഫുൾ ആവും. ഇതൊക്കെയാണ് ഒരു ടിപ്സ് എന്ന് പറയുന്നത്. ജനറലി ഫസ്റ്റ് സ്റ്റേജിൽ കയറുക എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് സൈറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും നല്ലൊരു കാര്യം തന്നെയായിരിക്കും. നമുക്ക് സൈറ്റിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് പണിയെടുത്തു എന്നല്ല, നമുക്ക് സൈറ്റ് മാനേജ്മെൻ്റ് ഒക്കെയാണ് അവർ നോക്കുന്നത്. എസ്പെഷ്യലി എൻജിനീയേഴ്സിന് അവർ ആ ഒരു ഓവറോൾ സൂപ്പർവൈസിങ് ഒന്നും കൺട്രോളിങ് അല്ല ഇവിടെ, കൺട്രോളിങ് പവർ അല്ല നമുക്കിവിടെ വേണ്ടത്. മീൻസ് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടേഴ്സ്, അതൊക്കെ നമുക്ക് വേറെ ഒരു തരത്തിലാണ് നമ്മളവരെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മുകളിലായിരിക്കും. നമ്മളാണ് ക്ലയൻറ്റ്, കൗൺസിലാണ് ക്ലയൻറ്റ് എങ്കിൽ പോലും നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും.